ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ ഇന്നത്തെ IPL ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. കളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഹൈദരാബാദും ലക്നൗ ആയിരുന്നു കളി. ആക്ച്വലി ഹൈദരാബാദിന്റെ കളി നമ്മൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചു. കാരണം ലൈക്ക് 200-250 ആ ഒരു സ്കോർ നമ്മൾ പ്രതീക്ഷിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അത്രയും അവർക്ക് സ്കോർ അടിക്കാൻ പറ്റിയില്ല. ഹൈദരാബാദിന്റെ തുടക്കം തന്നെ അടപടലം മൊത്തത്തിൽ പോയായിരുന്നു. മീൻസ് ഇഷാൻ പോയി, മറ്റേ ഹെഡ് പോയി. ഹെഡ് കളിച്ചല്ലെന്നല്ല ഹെഡ് പക്ഷേ കുറച്ച് വലിയ അടിയൊന്നും അടിച്ചില്ല. എന്നാലും ചെറിയ രീതിയിൽ അടിച്ചുള്ളൂ. ഇഷാനും പോയി, ശർമ്മയും തുടക്കത്തിൽ രണ്ട് പോയപ്പോഴേ പിന്നെ ഞാൻ ഏകദേശം ഇതായി. മീൻസ് ഞാൻ എപ്പോഴും ഊഹിച്ചു വലിയ സ്കോർ അടിക്കത്തില്ല. എന്നിരുന്നാലും അവന്മാർ 190 അടിച്ചു. 20 ഓവറിൽ 190 അടിച്ചു. ഓക്കെ, ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. ഫസ്റ്റ് ബാറ്റിംഗ് ഹൈദരാബാദിനായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് ബാറ്റിങ്ങിന് കയറുന്നു. ഹെഡ് 28 പന്തിൽ നിന്ന് 47, 5 4-ഉം 3 6-ഉം. പിന്നെ നികേഷ് റെഡ്ഡി നിതിൻ റെഡ്ഡി 28 പന്തിൽ നിന്ന് 32. ക്ലാസിന്റെ വിക്കറ്റ് ആക്ച്വലി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. റൺഔട്ട് ആക്ച്വലി ബാറ്റ്സ്മാൻ നോൺ സ്ട്രൈക്ക് ലൈനിലായിരുന്നു. ബാറ്റ്സ്മാൻ അടിച്ചു, ബൗളറിന്റെ കൈ തട്ടി, അതായത് വേറെ സൈഡിൽ പോയതായിരുന്നു. ബട്ട് എങ്ങനോ ലക്കിന് ബൗളറിന്റെ കൈ തട്ടി സ്റ്റംപിൽ കയറി കൊണ്ടു. ക്ലാസിന് ഔട്ട്, മീൻസ് റൺഔട്ടായി പോയി. അതായത് ഇറങ്ങി ഓടുകയും ചെയ്തു, കൊള്ളുകയും ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായി. ഇപ്പോൾ ക്ലാസ്സിൽ കളിച്ചു എന്ന് വെച്ചാൽ കളിച്ചു 17 ബോൾ 26 കളിച്ചു വന്നു. അൺഫോർച്ചുനേറ്റ്ലി ആയിപ്പോയി, മീൻസ് ഒട്ടും ലക്കില്ലാത്തതായിപ്പോയി. പിന്നെ അനികേത് വർമ്മ, അവൻ കുഴപ്പമില്ല, നല്ല രീതിയിൽ കളിച്ചു. 13 പന്തിൽ നിന്ന് 36 റൺ അടിച്ചു, 5 6 അടിച്ചത്. 8 അടിക്കുമ്പോൾ 5 നല്ല പൊളപ്പൻ 5 6 അടിച്ചു. അനികേത് വർമ്മ 13 പന്തിൽ നിന്ന് 36. പിന്നെ അവസാനം വന്ന് പാറ്റ് കുമിൻസ്, ഓസ്ട്രേലിയയുടെ പാറ്റ് കുമിൻസ്. അവൻ അണയാൻ പോകുന്ന ആളി കൊത്തെന്ന് പറയുന്നോട്ട് 4 ബോളിൽ 18, അതായത് 3 6 അടിച്ച്. 4 ബോളിൽ 18 അത്ര അടിച്ചു. വേറെ ആരും അടിച്ചില്ല. അങ്ങനെ 190. ലക്നൗ എറിഞ്ഞു വെച്ച ഷാർദുൽ ഠാക്കൂർ, എടുത്ത് പറയേണ്ട പേരാണ്. കാരണം ഷാർദുൽ ഠാക്കൂർ ആക്ച്വലി അൺസോൾഡ് ആയിരുന്നു, ആരും എടുത്തില്ല. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് വെറും പേരിന് വേണ്ടി എടുക്കുന്ന രീതിയിൽ മീൻസ് ഷാർദുൽ ഠാക്കൂറിന് എടുത്തതാണ് ലക്നൗ. പക്ഷെ അത് അവർക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു. അവൻ നല്ല രീതിയിൽ എറിയുകയും ചെയ്തു. അവൻ 4 ഓവർ എറിഞ്ഞ് 34 റൺ കൊടുത്തു. പക്ഷെ 4 വിക്കറ്റ് ഇട്ടു. അതായത് സ്റ്റാർട്ടിങ് മറ്റേ ശർമ്മ, അതേപോലെ ഇഷാൻ കിഷൻ, ആ രണ്ട് മെയിൻ വിക്കറ്റ് ഇട്ടത് ഷാർദുൽ. തുടക്കത്തിലെ കളി മൊത്തത്തിൽ ഇവരുടെ ലക്നൗയുടെ കയ്യിലാക്കിയതും ഷാർദുൽ നല്ല സൂപ്പർ എറിയായിരുന്നു. 4 ഓവർ 34 റൺ കൊടുത്തു, 4 വിക്കറ്റ് ഇട്ടു. പിന്നെ ആവേശ് ഖാൻ ചെറിയ രീതിയിൽ അടിയുണ്ട്, 45 റൺ വിട്ട് കൊടുത്തു. പക്ഷേ ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദിഗ്വിജയ് സിംഗ് 40 റൺ വിട്ട് കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. രവി ബിഷ്ണോയി 42 റൺ കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. പിന്നെ പ്രിൻസ് യാദവിന്റെ ഫസ്റ്റ് വിക്കറ്റ് ആയിരുന്നു ഇത്. പ്രിൻസ് യാദവിനാണ് മറ്റേ റൺഔട്ട്, മറ്റേ ക്ലാസിന്റെ സൗത്ത് ആഫ്രിക്കയുടെ ക്ലാസിന്റെ റൺഔട്ടും പ്രിൻസ് യാദവ് 1 വിക്കറ്റ് ഇടുകയും ചെയ്തു. പ്രിൻസ് യാദവ് 4 ഓവർ 29 റൺ വിട്ട് കൊടുത്തു, 1 വിക്കറ്റ്. എറിഞ്ഞ എല്ലാവർക്കും ഓരോ വിക്കറ്റ് വെച്ച് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഹൈദരാബാദിന്റെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞു. 190-ന് 9 വിക്കറ്റ് പോയി. സെക്കൻഡ് ബാറ്റിംഗ് ലക്നൗ തുടങ്ങി. ലക്നൗയുടെ തുടക്കം നല്ല കിണ്ണം കാഴ്ച തുറക്കുമായിരുന്നു. ഏഡൻ മാക്കർ മാത്രം കളിച്ചില്ല, സൗത്ത് ആഫ്രിക്കയുടെ. അവൻ തുടക്കത്തിലേക്ക് പോയി. മിച്ചൽ മാർഷ് ഓസ്ട്രേലിയയുടെ, അവൻ കളിച്ചു. 31 പന്തിൽ നിന്ന് 52 റൺ അടിച്ചു, 7 4-ഉം 2 6-ഉം. അടുത്തതാണ് താരം, വേറെ ആരുമല്ല, കരീബിയന്റെ പൂരൻ നിക്കോളാസ് പൂരൻ എടുത്തിട്ട് അലക്കുമായിരുന്നു. മീൻസ് തലങ്ങും വിലങ്ങളും അടിയായിരുന്നു. മീൻസ് കിളിവാറി അടി. വെറും 26 പന്തിൽ നിന്ന് 70 റണ്ണാണ് നിക്കോളാസ് പൂരൻ അടിച്ചു കൂട്ടിയത്. നിക്കോളാസ് പൂരനാണ് കളി മൊത്തത്തിൽ ലക്നൗവിന്റെ കൈ കൊണ്ട് തന്നത്. ഇത് 4 4-ഉം 6 6-ഉം. നല്ല സൂപ്പർ 6 6-ആയിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പൂരന്റെ കളി നല്ല കളിയായിരുന്നു, നല്ല രീതിയിൽ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പൂറിന്റെ 26 ബോൾ 7 അടിച്ചപ്പോഴേ ഏകദേശം ലക്നൗവിന്റെ കയ്യിലായി. പിന്നെ അവസാനത്തെ ക്ലൈമാക്സിൽ വന്ന് അടിക്കുന്ന രീതിയിൽ അബ്ദുൾ സമദ് ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ഹൈദരാബാദിന്റെ ആയിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ലക്നൗവിന്റെ എടുത്തു. അബ്ദുൾ സമദ് 8 പന്തിൽ നിന്ന് 22 റൺ എടുത്തു, 2 4-ഉം 2 6-ഉം. നോട്ട് ഔട്ടാണ്. പിന്നെ അവന്റെ കൂട്ടത്തിൽ നിന്നത് ഡേവിഡ് മില്ലർ, സൗത്ത് ആഫ്രിക്കയുടെ. ഡേവിഡ് മില്ലർ 7 ബോളിൽ 13 നോട്ട് ഔട്ട്, 2 4 അടിച്ചു. പിന്നെ ലക്നൗവിന് ഹൈദരാബാദിന് വേണ്ടി എറിഞ്ഞു വെച്ച മുഹമ്മദ് ഷമി 3 ഓവർ എറിഞ്ഞു, 37 റൺ വിട്ട് കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. പാറ്റ് കുമിൻസ് ഓസ്ട്രേലിയയുടെ 3 ഓവർ 29 റൺ വിട്ട് കൊടുത്തു, 2 വിക്കറ്റ് ഇട്ടു. ആഡം സാംപ ഓസ്ട്രേലിയയുടെ തന്നെ സ്പിന്നർ, 4 ഓവർ 46 റൺ വിട്ട് കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. പിന്നെ ഹർഷത് പട്ടേൽ 2 ഓവർ 28 റൺ കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. അങ്ങനെ 16.1 ആയപ്പോഴത്തേക്കും ലക്നൗ അടിച്ച് ജയിച്ചു. അങ്ങനെ 5 വിക്കറ്റിന് ലക്നൗ ഇന്നത്തെ കളി ഹൈദരാബാദിനെ പൊട്ടിച്ചിരിക്കും. ഇത് ആക്ച്വലി പകരം വീട്ടിലൂടെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഇവന്മാരെ തറ പറ്റിച്ചതാണ്. ഹൈദരാബാദ് ലക്നൗവിനെ 10 വിക്കറ്റിന് ജയിച്ചൊരു കളി ഉണ്ടായത് കഴിഞ്ഞ കൊല്ലത്ത്. അതിലൊരു എല്ലാം കൂടെ ഒരു മധുര പ്രതികാരം എന്ന രീതിയിലുള്ള ഒരു പകരം വീട്ടിയതാണ് ഇതിനെ തിരിച്ച്. പക്ഷേ ഹൈദരാബാദ് ഇന്ന് ഇച്ചിരി മോശമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഹൈദരാബാദ് നല്ല ബാറ്റിംഗ് ഉള്ള കപ്പാസിറ്റി ഉള്ള ടീമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൂടുതൽ ലാഗാക്കുന്നത് അങ്ങനെ ഇന്നത്തെ കളിയിൽ ലക്നൗ ജയിച്ചു, 5 വിക്കറ്റിനാണ് വിജയം. ഹൈദരാബാദ് അങ്ങനെ ഇന്ന് പൊട്ടി. അപ്പോൾ ശരി, നാളെ വീണ്ടും കാണാം. മസല, ബൈ.